അത് നല്ല രീതിയിൽ തന്നെ അതൊരു കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവസാനം വരെ സസ്പെൻസ് നിലനിർത്തുകയും ചെയ്തു. പിന്നെ പുതിയ ആളുകളൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈസൽ മട്ടാഞ്ചേരിയൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് നിശാന്ത് സാഗർ, അബ്ദുൽ സലീം, മേജർ രവി, ഇവർ കൂടാതെ പുതുമകളെല്ലാം തന്നെ അവരവരുടെ വേഷം വളരെ നന്നായിട്ട് ചെയ്യുകയും സസ്പെൻസ് നിലനിർത്താനും സഹായിച്ചിട്ടുണ്ട് സിനിമയ്ക്ക്. കണ്ടിരിക്കാം. അതേപോലെ തന്നെ അബ്ദുൽ സലീംക്ക് ആയാലും രാജേഷ് ശർമ്മ ആയാലും അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് അതേപോലെ തന്നെ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയ ഒരു ചിത്രം. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഒരു തിന്മയ്ക്ക് ഒരു ചെറു ശബ്ദമുയർത്തുന്ന രീതിയിലുള്ള ഒരു ചിത്രം, നല്ലൊരു വിഷയത്തെ ഈ ഒരു കൊച്ചു ചിത്രം വലിയൊരു സന്ദേശം തന്നെ നൽകിയ ഒരു ചിത്രം തന്നെയാണ് ടെലിവിഷൻ. പടം എന്ന് പറയാനായിട്ടാണെങ്കിൽ വളരെ നന്നായിട്ട് അതിൽ കുടുംബസമേതം കാണുന്ന പടം തന്നെയാണ്. അതിനകത്ത് ഫൈസൽ കാലത്തിന് മടങ്ങിയിട്ടുള്ള അതൊക്കെ ഒറിജിനലാണ്. മുടിയും ജഡയൊക്കെ ഒറിജിനലാണ്. അങ്ങേരെ ശരിക്കും ഒരു ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് ഈ പടത്തിൽ തന്നെ ആ കഥ തന്നെ മാറ്റി എഴുതുന്ന അങ്ങനെ വരച്ച ഒരു പടമാണ്. ഈ കഥേനെ കൂടുതൽ കൊണ്ടുപോകണം. നല്ല സസ്പെൻസ് നിറഞ്ഞ പടമാണ്. വളരെ നന്നായിട്ടുണ്ട്. കുടുംബസമേതം കാണുന്നതാണ് എൻ്റെ അഭിപ്രായം. പടം നല്ല പടമാണ്. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ഇതാണ്. ഒരു സസ്പെൻസ് മൂവിയാണ്. എല്ലാവരും കാണണം, വിജയിക്കണം. നല്ല മൂവിയാണ്. എല്ലാവരും നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് അവരെ വേഷം ആക്ടിങ് നല്ല ആക്ടിങ് ആണ്. എല്ലാവരും നന്നായിട്ട് പുതു താരങ്ങളൊക്കെയാണ് ഇപ്പോൾ അധികം ഉള്ളത്. എല്ലാവർക്കും നല്ല അവസരം കൊടുത്തിട്ടുണ്ട്. പുതു താരങ്ങൾക്ക് ഒരുപാട് അവസരം കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും നല്ല ഇത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടമാണ്. നല്ലൊരു ആശയം ഉള്ള പടമാണ്. കണ്ടവരൊക്കെ നല്ല പ്രതികരണമുണ്ട്. എന്നെപ്പോലുള്ളൊരു പുതുമുഖ സംവിധായകന് എൻ്റെ കൂടെ നിന്നവർക്ക് ഞങ്ങളുടെ ഈ ക്രൂവിന് സന്തോഷമായി. എല്ലാവരും പടം കാണണം. കണ്ടവരൊക്കെ നല്ല പടമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പടം കാണണം. താങ്ക് യു. എല്ലാവർക്കും അതെ 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 തീർച്ചയായും ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കാണേണ്ട ഒരു മൂവി എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അവരൊപ്പം നിർത്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തു. മേജർ സാറായാലും അബുക്കാണെങ്കിലും ശർമാജി ആണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ട് തന്നെ ആയിരുന്നു. അതൊരു വളരെ ചെറിയ സിനിമയാണ്. അപ്പോൾ എല്ലാവരും അത് കാണുക. ഞങ്ങളെപ്പോലുള്ള ചെറിയ ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് കാലത്തെ ഒരു അധ്വാനമാണ്. ഒരുപാട് 10-15 വർഷത്തോളമായി സിനിമയുടെ ആഗ്രഹിച്ച് എറണാകുളത്ത് ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആത്മാർത്ഥമായ ഉത്തരം എനിക്ക് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് പിന്തുണച്ചിട്ടുമുണ്ട്. അപ്പോൾ പ്രസ് മീറ്റിൻ്റെ ഇതൊക്കെ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. നമസ്കാരം. നല്ല സമകാലിക ഇപ്പോൾ നടക്കുന്ന ഒരു പ്രശ്നം ഉള്ള ഞാൻ ഇതിൽ ഒരു കഥാപാത്രം ചെയ്തതാണ്. എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. പുറത്തുള്ള ആൾക്കാർ വന്ന് കാണണം. ഇപ്പം നടക്കുന്ന കൊലകളും സംഭവങ്ങളില്ല, മയക്കുമരുന്നിനുള്ള അങ്ങനെ സമകാലിക വിഷയമാണ് ഈ സംസാരിക്കുന്നത്. ഇതൊരു നല്ല പടമാണ്. പക്ഷേ ഒരുപാട് വലിയ പടങ്ങളുണ്ട്. അത് പോയി കാണണ്ടെന്നല്ല, അതും കാണണം. ആ കൂട്ടത്തിൽ ഈ കുറച്ച് സിനിമയെ എല്ലാവരും ഏറ്റെടുക്കണം. ഇപ്പോഴത്തെ കുടുംബ ഫാമിലികൾ വന്ന് കാണണമെന്നാണ് പറയണം.